ലോസ് ഓഫ് ലോജിക്. 12ഓളം ലോസ് ഉണ്ട്, അതാണ് ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ലെറ്റ് P, Q and R be any three prepositions. Let T denote a tautology and F be a contradiction. എന്താണ് tautology, എന്താണ് contradiction എന്ന് നമുക്ക് അറിയണം. റിസൾട്ട് ആയിട്ട് വരുന്ന ഫുൾ കോളം ട്രൂ ആണെങ്കിൽ tautology എന്നും ഫുൾ കോളം F ആണെങ്കിൽ contradiction എന്നും പറയും. ഫസ്റ്റ് റൂള് idempotent law. P conjunction P is equivalent to P. മറ്റൊന്ന് ഇവിടെ കൺജക്ഷൻ വെച്ച് നമ്മൾ പറഞ്ഞു, ഇത് P disjunction P is equivalent to P. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ് റൂള്, ഇതുമാണ് റൂള്. ഇത് എഴുതിയിട്ടുള്ളത് നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കണം എന്നാണ്. ബൈഹെർട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. P എന്നത് ട്രൂ ആയിട്ട് വിചാരിക്കുക. P ഒരു പ്രപ്പോസിഷൻ ആണല്ലോ, അതൊന്നിലേക്ക് ട്രൂ വരാം അല്ലെങ്കിൽ ഫോൾസ് വരാം. P ട്രൂ ആണ് എങ്കിൽ ട്രൂ കൺജങ്ഷൻ ട്രൂ, രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂത്ത് ടേബിൾ പ്രകാരം കൺജങ്ഷൻ ട്രൂ തന്നെയാണ്. അപ്പൊ ഇത് ശരിയാ. അതുപോലെ രണ്ടും ഫോൾസ് ആണെന്ന് വിചാരിക്കുക. P ഫോൾസ് ആണ്, Pയും ഫോൾസ് ആണ്. F കൺജങ്ഷൻ F അപ്പോഴും ഫോൾസ് ആണ്. അതായത് P കൺജങ്ഷൻ P എപ്പോഴും P ആണ്. അതുപോലെ P ഡിസ്ജങ്ഷൻ P ആണ്, ഈസ് ഈക്വലന്റ് ടു P ആണ്. ഇതുപോലെ തന്നെ പറയാം, ട്രൂ ഡിസ്റ്റിങ്ഷൻ ട്രൂ ആണ്, F ഡിസ്റ്റിങ്ഷൻ F ഫോൾസ് ആണ്. സെക്കൻഡ് ലോ ഐഡന്റിറ്റി ലോ. P കൺജങ്ഷൻ T എന്തായിരിക്കും? P ആയിരിക്കും. T എന്ന് പറഞ്ഞ ടോട്ടോളജി ആണ്, ടോട്ടോളജി എപ്പോഴും ട്രൂ ആണ്. ഇനി ഈ കിടക്കുന്ന P പോസിറ്റീവ് ആണ്, സോറി ഫോൾസ് ട്രൂ ആണെങ്കിൽ, ഈ കിടക്കുന്ന T ട്രൂ ആണെങ്കിൽ ഈ കിടക്കുന്ന P ട്രൂ ആണെങ്കിൽ ട്രൂ കൺജങ്ഷൻ ട്രൂ തന്നെ, ട്രൂ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന P. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കൺജങ്ഷൻ T, അപ്പോ ഫോൾസ് തന്നെ വരും. ഇതാണ് നമ്മൾ ഫോൾസ് ആയിട്ട് എടുത്തുള്ളത്. ഐഡന്റിറ്റി ലോ എന്ന് പേര് പറയാനുള്ള കാരണം എന്താ? ടിയുടെ കൂടെ കൺജങ്ഷൻ ആയിട്ട് P എടുത്തു കഴിഞ്ഞാൽ P തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ലോ. ഇവിടെ P ഡിസ്ജങ്ഷൻ F എന്ന് പറഞ്ഞ കോൺട്രഡിക്ഷൻ, P ഡിസ്ജങ്ഷൻ F ഈസ് ഐസോമോർ ഈസ് ഈക്വലന്റ് ടു P. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. F എപ്പോഴും ഫോൾസ് ആണ്, P ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ഡിസ്റ്റിങ്ഷൻ ഫോൾസ് തന്നെ വരും, P ഫോൾസ് ആണ്. P ട്രൂ ആണെങ്കിൽ ട്രൂ ഡിസ്റ്റിങ്ഷൻ ഫോൾസ് തന്നെ വരും. സോ ഇത് ഫോൾസ് വരും. Then inverse law. P conjunction negation P is equivalent to F. ഇൻവേഴ്സ് ലോ എന്ന് പറയാനുള്ള കാര്യം എന്താ? P ട്രൂ ആണെന്ന് വിചാരിക്കുക, P ട്രൂ ആണ്, അപ്പോൾ നെഗേഷൻ ഓഫ് P എന്ത് വരും? ഫോൾസ് വരും. ട്രൂവും ഫോൾസും കൺജങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫോൾസ് വരും. അപ്പോൾ Pയുടെ ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ കൂടെ അതായത് P എന്തോ ആയിക്കൊള്ളട്ടെ, അതിന്റെ കൂടെ നെഗേഷൻ എടുത്തിട്ട് കൺജങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫോൾസ് കിട്ടും, കോൺട്രഡിക്ഷൻ കിട്ടും. ഇവിടെ P എന്തുമായിക്കൊള്ളട്ടെ,
പി എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ കൂടെ നെഗേഷൻ എടുത്തിട്ട് ഡിസ്റ്റിങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ട്രൂ കിട്ടും. ദിസ് ഈസ് ഇൻവേഴ്സ് ലോ. ദെൻ ഡോമിനേഷൻ ലോ. പി disjunction tautology is tautology. ഇത് നമ്മൾ ചേർത്ത് പഠിക്കണം. ഈ 4ഉം ഈ 2ഉം. പി ഇത് ഓർത്തിരിക്കാനായിട്ട് എഴുതി നോക്കിയാൽ മതി. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ആയിട്ട് എടുക്കുക. ട്രൂ ഡിസ്റ്റിങ്ഷൻ ട്രൂ ആണ്. പി ഫോൾസ് ആക്കി എടുത്ത് നോക്കിയേ, ഫോൾസ് ഡിസ്റ്റിങ്ഷൻ ട്രൂ ആണ്. അതുപോലെ പി കൺജങ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ഓർ കോൺജങ്ഷൻ is equivalent to F. The fifth one, commutative law. Commutative law എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. P distinction Q is equivalent to Q distinction P. P conjunction Q is equivalent to Q conjunction P. Then double negation. Negation of negation P is equivalent to P. Associative law. P distinction Q distinction R is equivalent to P distinction Q distinction R. Then conjunction കേസിലും. Then distributive law. P distinction Q conjunction R is equivalent to P distinction Q conjunction P distinction R. ഇവിടെ P distinction Q conjunction R ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം ഡിസ്റ്റിങ്ഷൻ എടുത്തേ, പക്ഷെ ഇവിടെ എടുക്കുന്നത് കൺജങ്ഷൻ ആണ്. P conjunction Q distinction R is equivalent to P conjunction Q distinction P conjunction R. Then De Morgan's law, വളരെ important law ആണ്. Negation of P conjunction Q is equivalent to negation P distinction negation Q. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? intersection of A union B is equal to intersection of A union B is equal to A complement intersection of A union B complement. A union B യുടെ കോംപ്ലിമെന്റ് ആണെങ്കിൽ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അത് തന്നെ ഇവിടെയും. ഇവിടെ ഇപ്പോൾ കൺജങ്ഷൻ ആണല്ലോ കൊടുക്കണേ, കൺജങ്ഷൻ. ആ കൺജങ്ഷൻ മാറി ഡിസ്റ്റിങ്ഷൻ ആവും. ഓരോന്നിനും സെപ്പറേറ്റ് നെഗേഷൻ കൊടുക്കണം. ഇവിടെ ആകുമ്പോഴോ ഡിസ്റ്റിങ്ഷനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കുന്നത്, നെഗേഷൻ കൊടുക്കണം. അപ്പോൾ ഓരോന്നിനും നെഗേഷൻ കൊടുക്കണം. ഈ ഡിസ്റ്റിങ്ഷൻ എന്നുള്ളത് കൺജങ്ഷൻ ആയിട്ട് മാറും. Then implication or conversion law. P implies Q is isomorphic to is equivalent to negation P distinction Q. Then ഈ കാണുന്നത് മുഴുവൻ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹോംവർക്കിന്റെ ആൻസറുകളാണ്. അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. ഞാൻ നോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്ന സെഷൻസ് നമ്മൾ അധികം നോക്കേണ്ടതില്ല. ഇങ്ങനെ വരുന്ന സെഷൻസ് അത് നോക്കേണ്ടതില്ല. 11th law, contrapositive law. P implies Q is equivalent to negation Q implies negation P. ഇതാണ് നമ്മൾ contrapositive എന്ന് പറയുന്നത്. Next, reductio ad absurdum law. That is P implies Q is equivalent to P conjunction negation Q implies F. അടുത്ത ക്ലാസ്സിലെ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഓരോ പ്രോപ്പർട്ടിയും കൊടുത്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്.